ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നീറ്റ് ആൻഡ് ജെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈറ്റോസിസിനെ പറ്റിയാണല്ലേ ഡിസ്കസ് ചെയ്തത്. മൈറ്റോസിസ് നമ്മൾ ഒരു കാരിയോകൈനസിസും ഒരു സൈറ്റോകൈനസിസും കണ്ടു. മിയോസിസിൽ 2 കാരിയോകൈനസിസും 2 സൈറ്റോകൈനസിസും ആണുള്ളത്. മൈറ്റോസിസിൽ ഒരു സൈറ്റോകൈനസിസ് ആയതുകൊണ്ട് തന്നെ 2 സെല്ലാണ് പ്രോഡക്റ്റ്. മിയോസിസിൽ 2 സൈറ്റോകൈനസിസ് ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് 22 എത്രയാ 4 പ്രോഡക്റ്റ് സെൽസ്. മൈറ്റോസിസ് ഒരു ഇക്വേഷണൽ ഡിവിഷനാണ്. അതിനാൽ തന്നെ ഓർഗനൽസ് ആയാലും ക്രോമോസോം ആയാലും എല്ലാം തന്നെ ഈക്വലാണ്. റീകോമ്പിനേഷൻ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് മിയോസിസ് റീകോമ്പിനേഷനുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ വേരിയേഷൻ്റെ സോഴ്സ് തന്നെ ഏതാണ്? മിയോസിസ്. പാരന്റ് സെല്ലിൻ്റെ ക്രോമസോമിൻ്റെ ഹാഫ് സെറ്റ് മാത്രമേ ഡോട്ടർ സെല്ലിൽ ഉള്ളൂ. അതായത് എങ്ങനെയാണ് ഡോട്ടർ സെൽ? ദാറ്റ് ഈസ് ഹാപ്ലോയിഡ് ഡോട്ടർ സെല്ലാണ് മിയോസിസിൻ്റെ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. പ്ലോയിഡിറ്റി. ഓക്കെ, അപ്പോൾ പ്ലോയിഡിറ്റി എന്ന് പറയുമ്പോൾ എന്തുവാ? പ്ലോയിഡിറ്റി മീൻസ് സെറ്റ് ഓഫ് ക്രോമോസോം. എന്താ? സെറ്റ് ഓഫ് ക്രോമോസോം. ഇപ്പോൾ പ്ലോയിഡിറ്റി എങ്ങനെയാണ്? സെറ്റ് ഓഫ് ക്രോമോസോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു സെറ്റ് ഓഫ് ക്രോമോസോമിനെയാണ് നമ്മൾ എന്തെന്നാ മോണോപ്ലോയിഡ് എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ മോണോപ്ലോയിഡ് എന്ന് പറഞ്ഞൊരു ടേം, 1 സെറ്റ് ഓഫ് ക്രോമോസോം എന്നെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. പക്ഷേ മോണോപ്ലോയിഡ് എന്ന ടേം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. എന്തെന്ന ടേമാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്? ഹാപ്ലോയിഡ് എന്ന ടേമാണ്. ബട്ട് ഹാപ്ലോയിഡിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ 2n കണ്ടീഷൻ വരുമ്പോൾ എന്തെന്ന് വിളിക്കും? നമ്മൾ ഡിപ്ലോയിഡ് എന്ന് വിളിക്കും അല്ലേ? 2n കണ്ടീഷൻ വരുമ്പം നമ്മൾ ഡിപ്ലോയിഡ് എന്ന് വിളിക്കും. 3n ആകുമ്പം എന്താ? ട്രിപ്ലോയിഡ്. അറിയാവുന്നതല്ലേ? 4n വരുമ്പോൾ എങ്ങനെ? ടെട്രാപ്ലോയിഡ്. അങ്ങനെ xn വരുമ്പം x greater than 2 നമ്മൾ എന്തെന്ന് വിളിക്കും? പോളിപ്ലോയിഡ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? നമ്മൾ പോളിപ്ലോയിഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് നമ്മൾ ജനറലി വിളിക്കുന്നതാണ്. എന്താണ്? n കണ്ടീഷൻ മോണോപ്ലോയിഡ് എന്നാണ് വിളിക്കേണ്ടത്. പക്ഷേ നമ്മൾ ജനറലായിട്ട് വിളിക്കുന്നത് ഹാപ്ലോയിഡ്. 2 സെറ്റുള്ള ഓർഗാനിസംസ് 2n, സെറ്റുള്ള ഓർഗാനിസം നമ്മൾ ഡിപ്ലോയിഡ് ഓർഗാനിസം, 3 സെറ്റുള്ള ട്രിപ്ലോയിഡ്, അങ്ങനെയാണ് പോകണം. പക്ഷെ നമ്മൾ എന്താ ഹാപ്ലോയിഡ് ഹാ എന്ന് പറഞ്ഞ് സ്റ്റാൻഡ് ചെയ്യുന്ന, ഹാഫ് എന്ന് പറഞ്ഞ് സ്റ്റാൻഡ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമോസോം നമ്മൾ ജനറലായിട്ട് ഡീൽ ചെയ്യുന്ന ഏതിനെയൊക്കെയാണ്? പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെയാണ് അല്ലേ? അതിനകത്ത് മെയിനായിട്ട് നമ്മൾ കാണുന്നത് 2n കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഏത്? 2n/2 n അല്ലേ? അതുകൊണ്ടാണ് മെയിനായിട്ടും നമ്മൾ മോണോപ്ലോയിഡിന് പകരം ഹാപ്ലോയിഡ് എന്ന ടേം ജനറലായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. പക്ഷേ ഹാപ്ലോയിഡ് മീൻസ് ഹാഫ് ദ സെറ്റ് ഓഫ് ക്രോമോസോം എന്നാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 6n ഉള്ള ഒരു ഓർഗാനിസത്തിന് എടുക്കുകയാണെന്ന് വെച്ചോ. എന്നാൽ എൻ്റെ ഹാപ്ലോയിഡ് സെൽ എത്രയെന്ന് വെച്ചാൽ n അല്ല 3n ആണ്. ഓക്കെ, n അല്ല എത്രയാണ്? 3n ആയിരിക്കും അത്. ഓക്കെ, അങ്ങനെ ആയിരിക്കും വരുന്നത്. ഹാപ്ലോയിഡ് മീൻസ് ഹാഫ് ദ സെറ്റ് ഓഫ് ക്രോമോസോം. പക്ഷേ നമ്മൾ എന്തെന്ന് യൂസ് ചെയ്യാറുണ്ട്? എന്നിനെ നമ്മൾ ചില കേസുകളിൽ ഹാപ്ലോയിഡ് നമ്മൾ പറയാറുണ്ട്, ചിലതായിട്ട് പറയാറുണ്ട്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇവിടെ വീട്ടിൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ അതിന് 42 ക്രോമോസോമാണ്. പഠനം തെളിയിച്ചിട്ടുണ്ട് 7 ക്രോമോസോം അടങ്ങിയ 6 സെറ്റായിട്ടാണ് ഇവ ഉള്ളത്. അപ്പോൾ ഗാമീറ്റിൽ എത്ര കാണും? മിയോസിസ് കഴിഞ്ഞല്ലേ ഉണ്ടാകുന്നത്, അതായത് ഹാപ്ലോഡോട്ട്. ഇവിടെ ടോട്ടൽ 6n അല്ലേ? അതിൻ്റെ ഹാഫ് സെറ്റ് പറയുമ്പോൾ എത്ര? 3n. ദാറ്റ് ഈസ് 3 × 7 = 21 ക്രോമോസോം. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ 2n എന്നെ കണ്ടോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കേണ്ട, ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നത് കേട്ടോ. പ്രോഫേസ് 1ൻ്റെ പിക്ചറാണിത്. മൈറ്റോസിസിലെ പ്രോഫേസിൽ നടക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഈ മിയോസിസിൽ ഈ പ്രോഫേസ് 1ലും നടക്കുന്നുണ്ട്. അടുത്ത മെറ്റാഫേസ് നോക്കുകയാണെങ്കിൽ മെറ്റാഫേസിൽ ബൈവാലൻ ക്രോമോസോംസ് ഇക്വറ്റ് പ്ലേറ്റിൽ, അതായത് മെറ്റാഫേസിക് പ്ലേറ്റിൽ വന്നിട്ട് അലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. മെറ്റാഫേസിക് പ്ലേറ്റിൽ അലൈൻ ചെയ്യും. എന്നിട്ട് 2 സൈഡിൽ നിന്ന് മൈക്രോട്യൂബ്യൂൾസ് ഈ ഹോമോലോഗസ് ക്രോമോസോംസിൽ, ഈ ബാലൻ ക്രോമോസോമിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ഓർത്തിരിക്കണം, ഇവിടെ ഹോമോലോഗസ് ക്രോമോസോംസിലാണ് അറ്റാച്ച് ചെയ്യുന്നത്, എവിടെയല്ല ക്രൊമാറ്റിഡ്സിൽ അല്ല. അത് ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് തെറ്റിക്കുന്നതാണ്. ഓക്കെ, ഇത് മെറ്റാഫേസിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മധ്യത്തൊന്ന് അലൈൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ മെറ്റാഫേസിൻ്റെ പിക്ചർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അനാഫേസ് നോക്കുകയാണ്. അനാഫേസിലാണ് നേരത്തെ മെറ്റാഫേസിൽ അലൈൻ ചെയ്തതല്ലേ ഉള്ളൂ. ഇവിടെ അനാഫേസിൽ ഹോമോലോഗസ് ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്യും. പക്ഷേ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എപ്പോഴും അസോസിയേറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും. സെൻട്രോമിയേഴ്സ് എല്ലാം അസോസിയേറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും, അത് സെപ്പറേറ്റ് ചെയ്യത്തില്ല. ഓക്കെ,
ആ ഒരു സെപ്പറേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സ്ക്രീനിൽ. ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്ത് പോയി. പക്ഷേ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇപ്പോഴും അതുപോലെ തന്നെയാണ്, സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ടീലോഫേസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടീലോഫേസിൽ നമ്മൾ പ്രോഫേസ് 1 ഇതെല്ലാം ഡിസപ്പിയർ ആയി പോയില്ലേ, ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ആയാലും ന്യൂക്ലിയോലസ് ആയാലും എല്ലാം ഡിസപ്പിയർ ചെയ്തില്ലേ. ഈ ടീലോഫേസ് 1 ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇതെല്ലാം റീഅപ്പിയർ ചെയ്യും. ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും എല്ലാം റീഅപ്പിയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈറ്റോകൈനസിസ് കിടക്കും. ഓക്കെ, സൈറ്റോകൈനസിസ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് പ്ലാന്റിലും ആനിമലും അല്ല. ഈ സൈറ്റോകൈനസിസ് നടന്നിട്ട് 2 സെല്ലല്ലേ കിട്ടുന്ന, ആ 2 സെല്ലിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഡയാഡ് ഓഫ് സെൽസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത് ടീലോഫേസിൽ ഉള്ളൊരു സെല്ലിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് പ്രോഫേസ് 1 പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രോഫേസ് 1 5ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിസിൽ? ക്രോമസോമൽ ബിഹേവിയറിൻ്റെ ബേസിസിൽ. എങ്ങനെയാണ് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയഗനസിസ് അല്ലേ. ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്നത് ത്രെഡ് പോലത്തെ സ്റ്റേജാണ്. ത്രെഡ് പോലെയാണ് ഇവിടെ ക്രോമസോംസ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ എന്തുവാ, കോമ്പാഷൻ ഓഫ് ക്രോമസോം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ത്രെഡ് പോലെ ഇങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, ത്രെഡ് പോലെ ഇങ്ങനെ അപ്പിയർ ചെയ്യുകയാണ്. ഏത് സ്റ്റേജിൽ? ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ. ഇവിടെ ക്രോമസോമിൻ്റെ കോമ്പാഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ലെപ്റ്റോട്ടീൻ സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഗോട്ടീൻ സ്റ്റേജാണ്. സൈഗോട്ടീൻ സ്റ്റേജിൽ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയുമ്പോഴത്തേക്ക് പാറ്റേണൽ വഴിയും മെറ്റേണൽ വഴിയും കിട്ടിയ സെയിം ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസ് അത് തമ്മിൽ പെയർ ചെയ്യും. അതിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സിനാപ്സിസ്. ഓക്കെ, ഈ സിനാപ്സിസിനെ അക്കമ്പനി ചെയ്ത് ഒരു സിനാപ്റ്റോനീമൽ കോംപ്ലക്സിൻ്റെ ഫോർമേഷൻ നടക്കും. ഓക്കെ, സിനാപ്സിസിനെ അക്കമ്പനി ചെയ്ത് എന്ത് നടക്കും? ഒരു സിനാപ്റ്റോനീമൽ കോംപ്ലക്സിൻ്റെ ഫോർമേഷൻ നടക്കും. ഓക്കെ, അപ്പം മെയിൻ പെയറിങ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയെന്ന് പറയും? സൈഗോട്ടീൻ എന്ന് പറയും. എന്തിൻ്റെ പെയറിംഗ് ആണ്? ഹോമോലോഗസ് ക്രോമസോമിൻ്റെ പെയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാക്കറ്റീൻ സ്റ്റേജ്. പാക്കറ്റീൻ സ്റ്റേജ് P4 പെയറിംഗ് ആണോ? അല്ല, ഒരു കാരണവശാലും അങ്ങനെ ഓർത്ത് വയ്ക്കില്ല. P4 പെയറിംഗ് അല്ല. പെയറിംഗ് നടക്കുന്ന എവിടെയാണ്? സൈഗോട്ടീൻ സ്റ്റേജിൽ. പാക്കറ്റീൻ സ്റ്റേജിൽ എന്താ നടക്കുന്നത്? റീകോമ്പിനേഷൻ. ഓക്കെ, നമ്മൾ ലെപ്റ്റോട്ടീൻ സ്റ്റേജും സൈഗോട്ടീൻ സ്റ്റേജും നോക്കുകയാണെങ്കിൽ അതെന്ന് വെച്ചാൽ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള സ്റ്റേജാണ്. പക്ഷേ പാക്കറ്റീൻ അങ്ങനെയല്ല, ഇത് ലോങ് ലീവ്ഡ് സ്റ്റേജാണ്. ഓക്കെ, ഈ സ്റ്റേജിലാണ് ബൈവാലൻ ക്രോമസോംസ് ക്ലിയർ ആയിട്ട് ടെട്രാഡായിട്ട് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ റീകോമ്പിനേഷൻ നൊഡ്യൂൾസും അപ്പിയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? റീകോമ്പിനേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലാണോ ക്രോസിംഗ് നടക്കുന്നത്? അല്ല. കാരണം എന്ന് വെച്ചാൽ മെറ്റേണലായാലും പാറ്റേണലായാലും ആ സെയിം ക്രോമസോമിൻ്റെ ഡ്യൂപ്ലിക്കേഷനിലാണ് അവിടെ വെക്കുന്നത്. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലല്ല, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ ആണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അത് തമ്മിലാണ് റീകോമ്പിനേഷൻ നടക്കുന്നത്. ഇതൊരു എൻസൈം മീഡിയേറ്റഡ് പ്രോസസ്സാണ്. റീകോമ്പിനേസ് എൻസൈമാണ് എന്തിന് മീഡിയേറ്റ് ചെയ്യുന്നത്? ഈ റീകോമ്പിനേഷൻ എന്ന പ്രോസസ്സിന് മീഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റീകോമ്പിനേഷൻ എന്ന പ്രോസസ്സിനെ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം ഏതാണ്? റീകോമ്പിനേസ് എൻസൈം. ഓക്കെ, ഈ പാക്കറ്റീൻ സ്റ്റേജാണ് ആക്ച്വൽ മിയോസിസാണ് നമ്മൾ വേരിയേഷൻ്റെ സോഴ്സ് എന്ന് പറയുമെങ്കിലും മിയോസിസിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് പാക്കറ്റീൻ സ്റ്റേജാണ്. നെക്സ്റ്റ് നമ്മൾ ഡിപ്ലോട്ടീൻ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രത്യേകത? സിനാപ്റ്റോന്യൂമ കോംപ്ലക്സ് എല്ലാം ഡിസോൾവ് ചെയ്തു പോകും. ഓക്കെ, എന്നിട്ട് ഈ സിനാപ്റ്റോനിയം ഈ കാര്യം കഴിഞ്ഞല്ലോ, റീകോമ്പിനേഷൻ വേണ്ടിയല്ലേ ഇവർ ഹോമോലോഗസ് ക്രോമസോംസ് ഒക്കെ അടുത്തൊന്ന് സിനാപ്സിസ് കണ്ടത്. അപ്പോൾ കാര്യം കഴിഞ്ഞുകൊണ്ട് അത് ഡിസോൾവ് ചെയ്തു പോകും. എന്നിട്ട് ഈ റീകോമ്പിനേറ്റ് ആയിട്ടുള്ള ക്രോമസോം സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. ഈ ക്രോസിങ് ഓവർ നടന്നൊരു സ്ഥലത്ത് ഒഴിച്ച് ബാക്കിയെടുത്തും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ക്രോസിങ് ഓവർ നടന്ന സ്ഥലത്ത് ഒഴിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു എക്സ് ഷേപ്ഡ് പോലത്തെ ഒരു സ്ട്രക്ചർ അപ്പിയർ ചെയ്യും. ആ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ കയാസ്മാറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കയാസ്മാറ്റ എന്ന് തന്നെ വിളിക്കുന്നത്. ചില വെർട്ടിബ്രേറ്റ്സിൻ്റെയൊക്കെ ഓസേറ്റ്സിൽ ഈ ഡിപ്ലോട്ടീൻ സ്റ്റേജ് മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഡയക്കാനസിസ് ആണ്. കയാസ്മാറ്റയുടെ ടെർമിനലൈസേഷൻ, നേരത്തെ ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലത്ത് എന്തുവാ അത് ഇട്ട് പിരിഞ്ഞില്ലായിരുന്നു. ഇനി ടെർമിനലൈസേഷൻ കയാസ്മാറ്റയുടെ ടെർമിനലൈസേഷനാണ് ഈ ഡയക്കാനസിസിൽ നടക്കുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് ക്രോമസോംസ് ഫുള്ളി കണ്ടൻസ്ഡ് ആയിട്ടുള്ളത്. ഈ മിയോട്ടിക് സ്പിൻഡിൽ ഈ ഒരു സ്റ്റേജ് വന്നുമ്പോഴേ അസംബിൾ ചെയ്തേക്ക്. ഈ മെറ്റാഫേസിലല്ലേ നടക്കേണ്ടത്? എന്തുവാ മധ്യത്ത് വന്നിട്ട് മിയോട്ടിക് സ്പിൻഡിൽ അറ്റാച്ച് ചെയ്യുന്നതെല്ലാം. അപ്പം ഇവിടെ വന്ന് അസംബിൾ ചെയ്ത് വയ്ക്കും. ഈ ഡയക്കാൻസിസ് സ്റ്റേജിൻ്റെ എൻഡിലാണ് ന്യൂക്ലിയോലസ് എല്ലാം ഡിസപ്പിയർ ചെയ്തൊക്കെ പോകുന്നത്. നമുക്ക് കാണാമല്ലോ, ന്യൂക്ലിയോലസ് എല്ലാം ഡിസപ്പിയർ ചെയ്ത് പോകുന്ന സ്റ്റേജ് ഏതാണ്? പ്രൊഫേസ് ആണ്. എന്നില്ല അതിലെ സ്റ്റേജ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഡയക്കാൻസിസ് ആണ്. പ്രൊഫേഷണലിലെ ഡയക്കാൻസിസ് ആണ്. ഓക്കെ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാ പ്രോസസ്സും. ഫുൾ പ്രോഫേസ് 1 ഓരോ പ്രോസസ്സുമാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേജ് ഉണ്ട് മിയോസിസ് 1 മിയോസിസ് 2 ഇടയിലുള്ള, അതിനെയാണ് ഇൻഡർകൈനസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻഡർകൈനസിസ്.
മിയോസിസ് 1നും മിയോസിസ് 2നും ഇടയ്ക്കുള്ള ഷോർട്ട് ലീവ്ഡ് സ്റ്റേജാണ് ഏത് ഇൻഡോകൈനസിസ് എന്ന് പറയുന്നത്. ഇൻഡോകൈനസിസ് എന്ന് പറയുന്നത് ഷോർട്ട് ലീവ്ഡ് സ്റ്റേജാണ്. മിയോസിസ് 1നും മിയോസിസ് 2നും ഇടയ്ക്കുള്ള ഷോർട്ട് ലീവ്ഡ് സ്റ്റേജാണ് ഇൻഡോകൈനസിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ മിയോസിസ് 2 ആയിരിക്കും. സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് ആൻഡ് മൈറ്റോസിസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് ശേഷം നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും രണ്ടിൻ്റെയും കൂടി ചേർത്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.